ഹലോ, ഒരു ചതുരത്തിൻ്റെ വിസ്തീർണം 100 cm² ആണ്. അതിൻ്റെ ഡയഗണലിൽ വരച്ചിരിക്കുന്ന വൃത്തത്തിൻ്റെ വിസ്തീർണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ചതുരത്തിൻ്റെ വിസ്തീർണം നമുക്ക് തന്നിട്ടുണ്ട് 100 cm² ആണെന്നുള്ളത്. നമുക്കതിന് ഒരു പിക്ചർ ഫോം ചെയ്യണം. ഓക്കെ, ഇതാണ് ഒരു ചതുരം, അതിനൊരു ഡയഗണൽ വരയ്ക്കുക. ആ ചതുരത്തിൻ്റെ എല്ലാ സൈഡിലൂടെയും പാസ് ചെയ്യുന്ന ഒരു സർക്കിളാണ് ഫോം ചെയ്യേണ്ടത്. ഇത് കൂടുതലും ഒരു സമചതുരമാവാനാണ് ചാൻസ്. ഇതുപോലെ എല്ലാ സൈഡിലൂടെയും പാസ് ചെയ്യുന്ന ഒരു സർക്കിൾ. അപ്പോൾ ഡയഗണൽ ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് √2a ആണ്. നമുക്കിവിടെ ചതുരത്തിൻ്റെ വിസ്തീർണം തന്നിട്ടുണ്ട്. അതിൽ നമുക്കൊരു വശത്തിൻ്റെ ലെങ്ത്ത് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ a² ആണ് 100. അപ്പോൾ അതിന് a കണ്ടുപിടിക്കാൻ പറ്റും. a എന്ന് പറയുന്നത് 10 ആണ്. നമുക്കത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡയഗണലിൻ്റെ ഇത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ √2a 10√2 ആയിരിക്കും നമ്മളുടെ ഡയഗണൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഹാഫ് എടുത്താൽ നമുക്ക് റേഡിയസ് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ റേഡിയസ് എന്ന് പറയുന്നത് 10√2/2 ആണ്. അപ്പോൾ 5√2 ആയിരിക്കും റേഡിയസ് എന്ന് പറയുന്നത്. നമുക്കിനി അത് യൂസ് ചെയ്തിട്ട് നമുക്ക് സർക്കിളിൻ്റെ വിസ്തീർണം കണ്ടുപിടിക്കാൻ പറ്റും. ഒരു വൃത്തത്തിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത് πr² ആണ്. ഇവിടെ നമ്മൾ r ഫൈൻഡ് ചെയ്തിട്ടുണ്ട് 5√2 എന്നുള്ളത്. അപ്പോൾ π × 5√2². ഓക്കെ, അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് കാണാം. 5ൻ്റെ സ്ക്വയർ 25, √2ൻ്റെ സ്ക്വയർ 2. അപ്പോൾ ഇവിടെ 25 × 2 50π ആയിരിക്കും നമ്മളുടെ സർക്കിളിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഡയഗണൽ ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ നോക്കുക, √2a ആണ്. അപ്പോൾ ഡയഗണലിൻ്റെ ഹാഫ് എടുത്ത റേഡിയസ് കിട്ടും. ദെൻ നമ്മൾ സർക്കിളിൻ്റെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു.